കഴിഞ്ഞിട്ട് എനിക്കെല്ലാം ബോണസാണ്. അങ്ങനെ ഞാനൊരു കാര്യം സത്യം പറയും ഇല്ല. ആരുടെ പേരാ എല്ലാവരുടെ പേര് ഉദ്ദേശിച്ചിട്ടില്ല സത്യം. പക്ഷെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇനി എനിക്ക് എന്തും ഫേസ് ചെയ്യാം. ഈ ഒരു പീക്കരി പോലെ ഇരിക്കുന്ന ആള് തന്നെ മതിയല്ലോ ഇവിടെ. എവറിത്തിങ് ഈസ് ഓൺ ദ സ്പോട്ട്, സ്പോണ്ടേനിയസ് ആണ്. പക്ഷെ ഷോ ഇസ് എഡിറ്റഡ്. കണ്ടോ, ജാടാന്ന് സെറീന എന്ന് പറയുമ്പോ ജാട. ബിഗ് ബോസ് കഴിഞ്ഞ് കിട്ടിയ എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഹലോ, ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു സുന്ദരിയാണ്. സുന്ദരി എന്ന് പറഞ്ഞ പേര് സെറീന. ഹായ് സെറീന. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വർഷ. പിന്നെ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ദുബായിൽ നിന്നാണോ വരുന്നത്? ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ആക്ച്വലി നാട്ടിലുണ്ട്. ഒരു ഷൂട്ടായിട്ട് വന്നതാണ്. ചെറിയൊരു മൂവിയിലേക്ക് പ്രവേശിച്ചു. ആദ്യമായിട്ട് ഇവിടെയാണോ പറയുന്നത്? ഈ ഇന്റർവ്യൂലാണോ അത് പറയുന്നത്? അല്ല, അത് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ മീഡിയയിൽ യെസ് ഓഫ് കോഴ്സ് ഫസ്റ്റ് ടൈം. ഓക്കെ. ആദ്യത്തെ ഒരു കുഞ്ഞു കാലെടുത്ത് വെച്ചു. നോക്കാം. നായികയായിട്ടാണോ? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുറേ മൂവീസ് കിട്ടട്ടെ, വലിയൊരാളായി മാറട്ടെ. അപ്പൊ എന്നെ വിളിക്കണം കേട്ടോ. ഉറപ്പായിട്ടും. ശരി, ഇപ്പോൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ സീസൺ 6 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആക്ച്വലി എന്താ തോന്നുന്നത്? അതായത് എല്ലാ പ്രാവശ്യവും ബിഗ് ബോസ് വരുമ്പം ലാൽ സാറ് ഭയങ്കര ഇടിവെട്ട് പ്രൊമോസ് ആണ് നമുക്ക് തരുന്നത്. ഈവൻ സീസൺ 5 വന്നപ്പോഴും ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഈ പ്രാവശ്യം എവറി ടൈം, അതായത് ഷോ ഡയറക്ടേഴ്സ് ഡെഫിനറ്റ്ലി കൊണ്ടുവരുമ്പം ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 4 റൂംസോ എങ്ങനെയൊക്കെയാണ്, 4 മുറികൾ ആയിട്ട്, പിന്നെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി എക്സൈറ്റിംഗ് ആണ്. എല്ലാ പ്രാവശ്യവും ഓരോ എലമെന്റ് കൊണ്ടുവരും. ഇപ്പം നമ്മളുടെ സീസണിലായിരുന്നപ്പം പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നായിരുന്നു. ഫാമിലി വീക്ക് വന്നു, അതായത് മലയാളത്തിൽ വന്നിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. ഒരു കോമണർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 2 കോമണറിനെ പരിചയപ്പെടുത്തി. മുന്നേ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വ്യക്തികളെ. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മുന്നേ. ഒരു വെറൈറ്റി ആയിട്ടാണല്ലോ അങ്ങനെ. പ്രമോ കണ്ടിട്ടില്ല. അങ്ങനെയല്ല, എന്താണെന്നറിയോ, ഞാനിപ്പോ നാട്ടിലായോണ്ട് ഷൂട്ടായോണ്ട് TV കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് TV വിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റഡ് അല്ലാത്ത. ബട്ട് ഡെഫിനറ്റ്ലി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ഈ കോമണേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടിരുന്നു, ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, നൈസ്. ബിഗ് ബോസ് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയി. ഇപ്പോൾ നമ്മൾ ആദ്യം ബിഗ് ബോസിലൂടെയാണ് സെറീനേനെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു, കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയായിരുന്നു പോസിറ്റീവായിട്ട് നടന്നത് ലൈഫിൽ? അയ്യോ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്കെല്ലാം ബോണസാണ്. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. വന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആക്ച്വലി ഇപ്പം വർഷ പറഞ്ഞ പോലെ, വർഷയ്ക്ക് മാത്രമല്ല എല്ലാവരും എന്നെ അറിയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ്. അതിനു മുന്നേ ദുബായിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു 5000 ഫോളോവേഴ്സ് മാത്രം അറിഞ്ഞ് എൻ്റെ പാജൻറ്റും എൻ്റെ വർക്കും എൻ്റെ സ്റ്റഡീസും മാത്രം കൊണ്ടുപോയി ഒരു ചെറിയ ലോകത്ത് നിന്നത് ഇപ്പോൾ ഭയങ്കര എക്സ്പോഷറാണ് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയത്. അത് മറക്കാൻ പറ്റാത്തതാണ്. സോ വാട്ട് ഈസ് പോസിറ്റീവ് എന്ന് ചോദിച്ചാൽ എവറിത്തിങ് ഈസ് പോസിറ്റീവ്. ആൻഡ് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരാളും കൂടിയാണ്. ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ടൈനിയസ്റ്റ് തിങ്സ്. അതിപ്പോൾ ഒരു ഫോൺ കോൾ ആകാം, ജസ്റ്റ് ഒരു സ്മൈലാകാം. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പുറത്ത് നടക്കുന്ന ഇപ്പോൾ ഒരു അമ്മമാർ വന്ന് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഭയങ്കര. അതായത് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടി യൂത്ത് ആയിരിക്കും എന്നെ കുറച്ചും കൂടി ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവർക്കായിരിക്കും അക്സെപ്റ്റ് ആകുക. ആ ഒരു ക്രൗഡാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുറത്തിറങ്ങി കുഞ്ഞുങ്ങൾ വന്ന് സംസാരിക്കുമ്പം, അതായത് അവർ നോക്കുമ്പം മേക്കപ്പ് ഇടുന്നു, ആ ചേച്ചി കൊള്ളാം, ആ ഒരു കോൺസെപ്റ്റ് ഓക്കെ അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഇപ്പോൾ വന്ന മൂവി ആയിക്കോട്ടെ, ചന്ദ്രനാഥൻ്റെ ഹീറോയിനായിട്ട് ഡോക്ടർ മനു കൃഷ്ണയുടെ ഡയറക്ഷനിലാണ് ഫസ്റ്റ് പടം. കുറച്ച് ഡിസ്കഷൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ആഡ് ഷൂട്ട്സ്, കാര്യങ്ങൾ ഐ എം ഹാപ്പി. ലൈഫ് ഈസ് കോണ്ടന്റ്, സാറ്റിസ്ഫൈഡ് ആണ്. ഫിലിമിൽ കയറും എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ മുമ്പ് തൊട്ടേ ഈ ഒരു മോഡലിംഗ് ഫീൽഡിലുള്ളതുകൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പറയുന്നത് ശരിയാകാം തെറ്റാകാം, പക്ഷേ എൻ്റെ ഒരു മൈൻഡിൽ ഐ വാസ് നോട്ട് മെൻ്റലി പ്രിപ്പയർഡ് ടു ഗെറ്റ് ഇൻ ടു മൂവീസ്. പണ്ട്, അതായത് 2019 എനിക്കൊരു കോൾ വന്നായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് 2-3 ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ ഞാനത് എടുക്കാഞ്ഞത്
കുറച്ച് റിസ്ക് ഫാക്ടർ ആണല്ലോ, ഞാൻ കുറച്ചും കൂടി വൾണറബിൾ ആണ്, പിന്നെ നാട്ടിൽ വന്നും പോയി നിൽക്കേണ്ടി വരും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദാറ്റ് റിസ്ക്. പേരൻസിൻ്റെ കൂടെ ദുബായിൽ നിൽക്കാം, ജോലിയും പാഷനും ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അത് എടുക്കാഞ്ഞത്. പക്ഷെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇനി എനിക്ക് എന്തും ഫേസ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വന്നു. അപ്പോൾ പിന്നെ ഐ ലൈക്ക് ഇറ്റ്. ആക്ടിങ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ടൊക്കെ ഈ പറയുന്ന ഷോർട്ട് ഫിലിമും മ്യൂസിക്കൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് നൗ ദറ്റ് ഐ എം റെഡി മെൻ്റലി ആൻഡ് ഫിസിക്കലി. അതുകൊണ്ടാണ് ഐ തോട്ട് യെസ്. ഇനി ഒരു ബിഗ് ബോസിൽ വിളിച്ചാൽ പോവോ? ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒരു അൾട്ടിമേറ്റോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പോവോ? അറിഞ്ഞൂടാ, എന്താ ആസ് ഓഫ് നൗ അറിഞ്ഞൂടാ. ചിലപ്പോൾ പോവുമായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ, അതായത് എന്നോടിപ്പോൾ ചോദിക്കാം നാളെ വിളിച്ചാൽ പോകുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പോവില്ലായിരിക്കും. ബട്ട് മേ ബി എ ഇയർ ഫ്രം നൗ ഇഫ് യു ആസ്ക് മീ ചിലപ്പോൾ പോകുമായിരിക്കും. നമുക്ക് ഓരോ സമയത്ത് ഓരോ മൈൻഡ് സെറ്റ് ആണല്ലോ വരുന്നത്. അപ്പം ഇപ്പം ചോദിച്ചാൽ ചിലപ്പോൾ പോവില്ല, ചിലപ്പോൾ നാളെ ചോദിച്ചാൽ മാറുമായിരിക്കും, പറയാൻ പറ്റില്ല. നമ്മുടെ ഓരോ പ്രാവശ്യത്തെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ആണല്ലോ, എനിക്ക് പെട്ടെന്നൊരു ചിരി വന്നു. നല്ലതാ. ഇപ്പൊ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ലേ, ഇപ്പം എൻ്റെയൊക്കെ വിചാരം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നാണ് എൻ്റെ വിചാരം. എനിക്കറിയില്ല ശരിക്കും അത് സ്ക്രിപ്റ്റഡ് ആണോ, അത് ഇപ്പോഴൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ആണോ അല്ലയോ. അത് നമ്മൾ ബിഗ് ബോസ് കുറേ പേര് കാണുന്നില്ലേ, ഇപ്പം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എപ്പോഴും. നിൽക്കൂല ബിഗ് ബോസിനെ കുറിച്ച് ടോക്ക് ഒരിക്കലും നിൽക്കില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് തന്നെയാണ് ടു ബി ഓണസ്റ്റ്, ഞാൻ ഇന്നലെ പോലും ശ്രുതി ചേച്ചിയുടെ കൂടെ ആയിരുന്നു. ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന ബിഗ് ബോസ് 50ാമത്തെ ദിവസത്തിനെ പറ്റി അല്ലെങ്കിൽ 40ാമത്തെ ദിവസത്തെ പറ്റി. ബിക്കോസ് നമ്മളുടെ ലൈഫിൽ ഈ ഒരു 100 ദിവസം ഇനി ഒരിക്കലും വരത്തില്ല. ഓഡിയൻസ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ എന്തോരം അതിൽ ഇൻവോൾവ് ആയിരുന്നു. അതായത് സ്ക്രിപ്റ്റഡ് ആയിരുന്നെങ്കിൽ പല കാര്യങ്ങളും മാറ്റി ചെയ്തേനെ. ഇപ്പം എൻ്റെ അടുത്ത് ഒരു ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ എവറിത്തിങ് ഈസ് ഓൺ ദ സ്പോട്ട്, സ്പോണ്ടേനിയസ് ആണ്. പക്ഷേ ഷോ ഇസ് എഡിറ്റഡ്. ഓക്കെ, അതായത് വേണ്ട കാര്യം ട്രിം ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടായിരിക്കാം അവർ പുറത്തേക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നത്, TRP വേണ്ടി അനുസരിച്ച്. അല്ലെങ്കിൽ ഒരു ലോങ് കോൺവെർസേഷൻ ആണെങ്കിൽ ചിലപ്പം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ കൾപ്രിറ്റ് ആകാം, പുറത്ത് പോകുന്നൊരു വിഷ്വൽ, മനസ്സിലായോ? പക്ഷേ എവറിത്തിങ് ഈസ് സ്പോണ്ടേനിയസ്. നമുക്ക് ഒരു ടാസ്ക് ലെറ്ററൊക്കെ കിട്ടുമ്പോഴത്തേക്കിന് നമ്മൾ എത്ര പ്രാവശ്യം ഇരുന്ന് വായിക്കുന്നതെന്നറിയോ? പക്ഷെ അതൊന്നും ടി വിയിൽ വരില്ല. നമ്മൾ എത്ര പ്രാവശ്യം ഇരുന്ന് വായിക്കും. ബിഗ് ബോസ് ഒന്ന് പറഞ്ഞതാ ബിഗ് ബോസ് ആണെങ്കില്ല, നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യുന്ന. പിന്നെ ആ ഒരു പ്രഷർ കുക്കിൽ ഇരിക്കുമ്പോൾ നാച്ചുറലി പൊട്ടിത്തെറിക്കുന്നതാണ്. അതെ അതെ. ഇപ്പോൾ എത്ര കള്ളം കാണിച്ചു അല്ലെങ്കിൽ റിയൽ ആയിട്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം പുറത്തേക്ക് വരും. ഈ ക്യാമറ മറന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ. ബിക്കോസ് നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ ഉണ്ട പോലെ ഫുൾ ക്യാമറയാണ് ചുറ്റിനും. ആൻഡ് ഹൗ ലോങ് കെൻ യു ഫേക്ക്? ഇപ്പോൾ പുറത്തേക്കൊന്നും വരാൻ പറ്റുന്നില്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ ക്യാരക്ടറായിട്ട് നമുക്ക് ചിലപ്പോൾ ഒത്തുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ അഡാപ്റ്റ് ചെയ്തതിൽ? എനിക്ക് ഫോണിനെ പറ്റി ഒരു പ്രശ്നമില്ലായിരുന്നു. ബിക്കോസ് ഞാനൊരു അങ്ങനെ ഫോൺ അഡിക്റ്റ് അല്ല, ഫോൺ മിസ് ചെയ്തതേ ഇല്ല. പക്ഷേ ഫോർ മീ ഇവരെല്ലാവരെയും കുറേ പേരൊക്കെ ടി വി കണ്ട് ഓ മൈ ഗോഡ്, ഓ ഇവരുണ്ടോ അവരുണ്ടോ എന്നുള്ളൊരു സംഭവമായിരുന്നു അകത്തേക്ക് ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന്. ആർക്കും പക്ഷെ എന്നെ അറിയില്ല. എനിക്ക് ഇവരെല്ലാവരെയും, ഇവർ ഭയങ്കര ഫേമസ് പേഴ്സണാലിറ്റീസ് ആയതുകൊണ്ട് എനിക്ക് ഇവരെയൊക്കെ അറിയാം. ആൻഡ് ഓരോ ദിവസവും കഴിയും തോറുമാണ് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവരൊക്കെ ആയിട്ടാണ് നമുക്ക് കൂടുതൽ സിങ്ക് ആവാൻ പറ്റുക. ബട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ജെൽ വിത്ത് മോസ്റ്റ് ഓഫ് ദം. എൻ്റെ പേഴ്സണാലിറ്റി അതാ. എനിക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. ഇന്നയാളോട് മിണ്ടാതിരിക്കണം എന്നൊന്നും എനിക്കില്ല. ഐ ക്യാൻ അഡാപ്റ്റ് ഇൻ എവറിത്തിങ്. ഒരു ഫ്ലെക്സിബിൾ ആണ് ഞാൻ. അതുകൊണ്ടായിരിക്കാം എല്ലാവരുമായിട്ട് ഇപ്പോഴും എനിക്കൊരു കോണ്ടാക്ട് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആരാ ബിഗ് ബോസിൽ നിന്ന്? ഒരു പേഴ്സൺ അല്ല, കുറച്ചധികം പേഴ്സൺസ് ഉണ്ട്. അതെ അതെ. ലൈഫിൽ എനിക്ക് ആളെന്റെ ലൈഫ് ലോങ് വേണം എന്ന് ചിന്തിക്കുന്ന കുറച്ചധികം ആരുടെ പേരാ എല്ലാവരുടെ പേര് ഉദ്ദേശിച്ചിട്ടില്ല. സത്യം, ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാനത് ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ട്, മുഖം കണ്ടാലേ ശരിക്കുമല്ല. അത് ഞാൻ അങ്ങനത്തെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ ഒന്നും ഉദ്ദേശിച്ചതൊന്നും ഉദ്ദേശിക്കുന്നില്ല. എന്നാലും എല്ലാവരോടും നല്ല കണക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും, അതായത് നമ്മൾ കോണ്ടാക്ട് വെക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇഫ് യു ആസ്ക് മീ, ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ ഇത്രയും കണക്റ്റഡ് ആയത് ഒരുപക്ഷെ അഖിലേട്ടനായിട്ടായിരിക്കും. ലൈക്ക് ഹൗസിനകത്ത് വെച്ചിട്ട് നമ്മളൊരു ടുവേർഡ്സ് ദി എൻഡാണ് പിന്നെ കണക്ട് ആയത്. അത് പിന്നെ ഫാമിലി ആയിട്ടും ഭയങ്കര ബോണ്ടായതൊക്കെ പുറത്ത് ഇറങ്ങിയിട്ടാണ്. ബട്ട് അതർവൈസ് ഹൗസിൽ വെച്ച് മിണ്ടിയവരോട് ഇപ്പോൾ സാഗരേട്ടനായിട്ടും ജുനൈസ്, നാദി, എല്ലാവരുമായിട്ട്, മനീഷ് ചേച്ചി, ശ്രുതി ചേച്ചി, എല്ലാവരുമായിട്ട് എനിക്ക് ഐ ഹാവ് എ റാപ്പോ. പക്ഷേ ഞാൻ കഴിഞ്ഞ എല്ലാ സീസൺസും ഞാൻ കാണാറുണ്ട്. പക്ഷെ എല്ലാവരായിട്ടും
എല്ലാ ആളുകളും ഇപ്പോഴും ഇതേ ബോണ്ടിൽ പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കറിയില്ല, അവരുടെ റിയൽ ലൈഫ് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നവരെല്ലാവരും ഭയങ്കര കണക്ഷനാണ് അല്ലേ? എല്ലാവരുമായിട്ട് ഇപ്പോഴും അതേ കണക്ഷൻ തന്നെ എല്ലാവരും അങ്ങോട്ട് മെയിൻറ്റെയിൻ എല്ലാവർക്കും ഉണ്ടോന്ന് ഇഫ് യു ആസ്ക് മീ എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞേ, മെജോറിറ്റി യെസ്. നമ്മുടെ സീസണിനൊരു പേരാരോ ഇട്ടായിരുന്നു, ഇറ്റ് മെൻറ്റ് ഭയങ്കര സന്മനസ്സുള്ളവർക്ക് സമാധാനം, അങ്ങനെ എന്തോ ഒരു പേരിട്ടായിരുന്നു. അതായത് എല്ലാവരും സന്തോഷത്തിലാണ്, ഗെയിമായിട്ട് എടുത്തു. ആക്ച്വലി അതാണ് വേണ്ടത്. എന്തിനാണ് നമ്മൾ ഒരു കാര്യം ഒരു 100 ദിവസം കഴിഞ്ഞു അത് ലൈഫ് ലോങ് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഹേറ്റഡ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് മുന്നേ ഇരുന്ന് സംസാരിച്ചില്ലേ, എനിക്കൊരു ടാസ്ക് കിട്ടിയ ആ ടാസ്ക് അവിടെ തീർന്നു. ടാസ്ക് കഴിഞ്ഞു, ഐ എം ഡൺ. ആ ഗാർഡൻ ഏരിയ കഴിഞ്ഞ് വീട്ടിലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഐ ഫൊർഗെറ്റ്. ഞാൻ നോർമലായി, വേറെ ആളല്ല. ടാസ്കില് നമ്മൾ ഗെയിം സ്പിരിറ്റിൽ നമ്മൾ 100% കളിക്കണമല്ലോ. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് ആ ഹേറ്ററോടോ ഗ്രഡ്ജോ വെച്ചിട്ട് നിൽക്കാനൊന്നും എനിക്കിഷ്ടമല്ല. ഐ എം ഡൺ ഓവർ ദെയർ. അതുകൊണ്ടായിരിക്കും ഇപ്പം അമ്മ ആണെങ്കിലും അവളുടെ ഇപ്പോൾ പടം റിലീസ് ചെയ്യുന്നു, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ലൈക്ക് എവറിബഡി ഈസ് ഇൻ ടച്ച്, എവറിബഡി ഈസ് ഗുഡ്. അതെ, അത് ഐ എം പ്രൗഡ് ടു സേ ആ അങ്ങനത്തെ ഒരു നല്ല സീസണിൽ ഐ എം പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയാൻ. ബിക്കോസ് ഇത് എൻ്റെ അല്ല, എല്ലാവരും ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്, എല്ലാവരും ഈക്വലി ഗുഡ് സോൾസ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ നടക്കുന്നത്. പിന്നെ ഫുഡൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കുമല്ലേ? നമുക്ക് വിശപ്പിന്റെ അസുഖമുള്ളവർക്ക് ഭയങ്കര പാടായിരിക്കും. എനിക്കൊക്കെ നല്ല പാടായിരിക്കും. അപ്പോൾ കണ്ടാ തോന്നുന്നില്ല, ഞാൻ നല്ലോണം കഴിക്കും ശരിക്കും. പക്ഷെ എന്തുകൊണ്ടാന്ന് തോന്നുന്നില്ല. പക്ഷെ കണ്ടാ തോന്നൂല. പക്ഷെ ഇത് പോരെ എനിക്ക്, ഞാൻ കംഫർട്ടാണ്. അല്ല, ഇത്രയുള്ള ഒരാളെ കൊണ്ട് തന്നെ ഇല്ലില്ല ഒന്നുമില്ല, പറഞ്ഞു മുഴുവിപ്പിക്കും. ഇല്ലില്ല, ഈ ഒരു പീക്കരി പോലെ ഇരിക്കുന്ന ആള് തന്നെ മതിയല്ലോ ഇവിടെ ഷോ മുമ്പോട്ട് പോവാൻ. ഓ അങ്ങനെ, ഇനി സൈസും കൂടി കൂടിയാ എന്ത് ചെയ്യും? ശരിയാ. പക്ഷെ ഞാൻ ഈ സൈസിൽ ഭയങ്കര കംഫർട്ടാണ്, എനിക്കിത് മതിയല്ലോ, ഞാൻ ഹാപ്പിയാണ്. ഇവനെന്താ ബാക്കിൽ ചിരിക്കണേ? ഫുഡ് ബിഗ് ബോസിൽ പോവാനുണ്ടായിരുന്ന പർപ്പസ് എന്തായിരുന്നു? ഫുഡിനെ പറ്റി ചോദിച്ചു. അവിടെ ഫുഡ് കഴിഞ്ഞു, ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ഫുഡിന്റെ കാര്യം. സോറി, ഞാൻ വിചാരിച്ചു കഴിഞ്ഞു വന്ന്. ഇല്ല, അവിടെ ഫുഡ് ഇസ് വെരി ലിമിറ്റഡ്. പക്ഷെ ഞാനൊരു ഫുഡി അല്ല, വർഷനെ പോലെ അല്ല. എന്റെ സൈസ് കണ്ടാൽ ഞാൻ ഫുഡിയാണെന്ന് തോന്നും, പക്ഷെ ഞാൻ ഫുഡി അല്ല. സുന്ദരിയായ ഒരു യുവതി, അത്ര എനിക്ക് തോന്നിയുള്ളൂ. വാവ്, നല്ല ടൈറ്റിൽ കിട്ടി. അപ്പം എനിക്ക് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചപ്പാത്തിയൊക്കെ എടി അരമുറി താടി എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. എടി കുറച്ച് ചിക്കൻ പീസ് താടി എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. എനിക്കതുകൊണ്ട് ഫുഡ് വലിയ പ്രശ്നമില്ല. ബട്ട് പൊതുവെ എല്ലാവർക്കും ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു. എസ്പെഷ്യലി വർക്കൗട്ട് ചെയ്യുന്നവർ, വിഷ്ണു, മിഥുൻ ചേട്ടനൊക്കെ കൊതിക്കും ഇങ്ങനെ, എടി ഇച്ചിരി താടി മോളെ, ചേട്ടൻ്റെ മോളെ ചായ കൊണ്ടോടി, ബാക്കി കൊണ്ടോടി എന്ന് പറഞ്ഞിട്ട് മിഥുൻ ചേട്ടൻ വരും. സോ ഫുഡ് വാസ് എ പ്രോബ്ലം ഫോർ മോസ്റ്റ് ഓഫ് ദം. ലക്ഷറി ഫുഡൊന്നുമില്ല. നമ്മൾ പോയിന്റ് എടുത്തിട്ട് വല്ല ലക്ഷറി കിട്ടിയാൽ അത്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ 18-20 പേരുള്ളപ്പോൾ എന്തോ ഉണ്ട്, 1 കിലോ 2 കിലോ മട്ടൻ കിട്ടിയ എന്തോ ഉണ്ട്, ഒന്നുമില്ല. അത് ഉണ്ടാക്കി വരുമ്പോഴത്തേന് ചിക്കൻ കിട്ടിയ ഒന്നുമില്ല. ലൈക്ക് പിച്ചി കഴിക്കാം. ഇപ്പോൾ അവിടെ ചെയ്തതിൽ ഇങ്ങനെ മൈൻഡിലുള്ള ഏതെങ്കിലും ടാസ്ക് ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ടാസ്ക് ചെയ്തപ്പോൾ. അങ്ങനെ എന്തെങ്കിലും ടാസ്ക് ഓർമ്മയുണ്ടോ? ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ മേ ബി ടിക്കറ്റ് ഫിനാലയിൽ ഞാനും നാദിയും കൂടെ കയറ് വലിച്ച ടാസ്ക്. എനിക്ക് അതായത് ഞാനും നാദിയാണ് ലാസ്റ്റ് വരെ കയറ് പിടിച്ചിട്ട്, ടിക്കറ്റ് ഫിനാലയുടെ ഫസ്റ്റ് ഗെയിം അത് 24 hours ടാസ്ക് ആയിരുന്നു. നമ്മൾ എല്ലാവരും കയറ് പിടിച്ച് നിൽക്കണമായിരുന്നു. അത് ഞാനും നാദി ലാസ്റ്റ് ആയപ്പോഴത്തേനും ഒരു 20 hours 21 hours ഞങ്ങൾ ഉറക്കമില്ല, ഫുഡില്ല, വെള്ളമില്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ ഇനി ഫൈറ്റ് ചെയ്ത് ആര് ജയിക്കുന്നോ അവർക്ക് പോയിന്റ് കിട്ടട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് നല്ലൊരു ഫൈറ്റായിരുന്നു. അതിനകത്ത് മൂക്കും ഇപ്പോഴും ആ പാടുണ്ട് കാലയിലൊക്കെ. കാണിച്ചില്ല, അതുണ്ട് അവിടെ. പക്ഷേ സോ ദാറ്റ് ഇസ് ഐ തിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ട. പക്ഷെ വേറെ കുറെ ടാസ്ക് ഉണ്ട്, ഇഷ്ടപ്പെട്ട ടാസ്ക് ഉണ്ട്. ബട്ട് ഇപ്പം പെട്ടെന്ന് ആലോചിക്കുമ്പം ഞാൻ ആ ഒരു ഭയങ്കര ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് അറിയുന്ന അമ്മ കിടന്ന് കരയുവാ TV കണ്ടിട്ട്. മൂക്കൊക്കെ ഇടിച്ച് ചോരയ്ക്ക് വന്ന് എന്നെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇറ്റ് വാസ് നൈസ്, ലൈക്ക് ഹെൽത്തി ആയിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് കളിച്ചതല്ലേ. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാൻ സത്യം പറയൂ, ഇല്ല സത്യം പറയണം, ഇപ്പോഴും മുഴുവൻ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ആ സീസൺ നിങ്ങൾ 100 days ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മുഴുവൻ കണ്ടു കഴിഞ്ഞോ? ഇല്ലല്ലോ, ഞാൻ ഒറ്റ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. പുറത്തിറങ്ങി കാണാനേ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹോട്ട്സ്റ്റാർ ഇല്ല, ദുബായിൽ ഹോട്ട്സ്റ്റാർ കിട്ടത്തില്ല. അത് മാത്രല്ല, ആക്ച്വലി
നമ്മൾ കുറേ റീൽസ് കാണുമല്ലോ. റീൽസ് കാണുമ്പോഴത്തേക്കിന് വി ഗെറ്റ് എൻ ഐഡിയ എന്തൊക്കെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. റീൽസും യൂട്യൂബിലെ ഷോർട്സ് കാണുമ്പോഴത്തേക്കിന് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നല്ലോ സെറീന എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ വാവ് സെറീന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷമായിരുന്നു. പൈസ കൊടുത്ത് ഏൽപ്പിച്ചതാണ്. കാര്യമായിട്ട് ഭയങ്കര ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അതെ അതെ, ഇതൊക്കെ പറയാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നതാണേ. ആൾക്കാർ എന്തൊക്കെ പറയുമോ എന്തോ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ അടുത്തൊരു റീൽസിൽ ഇങ്ങനെ ചരക്ക് എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ടോക്കായിരുന്നു അല്ലെ സോഷ്യൽ മീഡിയയിൽ. ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. അത് എനിക്ക് തോന്നുന്നു അതങ്ങനെ ഒരു സ്ത്രീ ഒരു വസ്തുവായിട്ട് പറഞ്ഞതല്ല, പക്ഷെ നോർമലി നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം എന്ന രീതിയിൽ പറഞ്ഞതാണ് അല്ലേ. ആ ഉദ്ദേശശുദ്ധി മനസ്സിലായില്ല അല്ലെ ചില സ്ഥലങ്ങളിൽ. ഐ ലവ് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ ഓർത്തു ഇത് ചോദിക്കുമോ എന്ന്. ഞാൻ വീട്ടിലിരുന്ന് ആലോചിച്ചായിരുന്നു. ഐ മീൻ നല്ല കാര്യം അത് ചോദിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു 10 സെക്കൻഡ് വീഡിയോ കണ്ടാണ് അവർ റിലീസ് ചെയ്തത്. അതിന് മുന്നേ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ആങ്കർ ഉണ്ടായിരുന്നു. ആ ആങ്കർ എന്നോട് ചോദിച്ചത് മേക്കപ്പ് ഇട്ടാലാണോ ഒരാൾക്ക് ഏറ്റവും സൗന്ദര്യമായിട്ടിരിക്കുന്നത്, ഏത് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു മോളിൽ കുറേ പേര് അവിടെ വാച്ച് ചെയ്യുമ്പോൾ ഞാനവിടെ മേക്കപ്പ് പ്രോഡക്ട്സിനെ ഞാൻ ബൂസ്റ്റ് ചെയ്യാതെ ഞാൻ പറഞ്ഞത് മേക്കപ്പ് ഇട്ടാലല്ല എല്ലാ കാര്യവും. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബി പീസ്, ബി അറ്റ് ഹാപ്പിനെസ്, ബി അറ്റ് പീസ്. നമ്മൾ ഒരു മിററിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിഫൈങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു മിററിൽ നോക്കിയിട്ട് പറയില്ലല്ലോ വാട്ട് എ ചരക്കെന്ന് നമ്മൾ പറയില്ലല്ലോ. വാട്ട് എ ബ്യൂട്ടി അല്ലെങ്കിൽ വാട്ട് എ സ്മാർട്ട് ഗേൾ അല്ലെങ്കിൽ വാട്ട് എ കോൺഫിഡൻറ്റ് പേഴ്സൺ ഐ ആം എന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ കൊളോക്കിയലി സംസാരിച്ചതാണ് അത് ഞാൻ. അല്ലാതെ അത് ലിറ്ററൽ മീനിങ് എടുത്തിട്ട് കീറി മുറിക്കാനല്ല അത്, മനസ്സിലായോ? അല്ലാതെ ഒരിക്കലും വാട്ട് എ സെല്ലിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ വാട്ട് എൻ ഒബ്ജക്റ്റ് ആയാമെന്ന് നമ്മൾ ഒരിക്കലും ഞാൻ എന്നെ മിററി നോക്കി പറയില്ല. ഞാൻ എന്നെ മിററി നോക്കി പറയാമോ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ലിറ്ററൽ മീനിങ് എടുക്കുമ്പോഴത്തേക്കിന് ആൾക്കാർ പറയും വിമൺ ഒബ്ജക്റ്റിഫൈങ് ആയിപ്പോയി അല്ലെങ്കിൽ സെക്ഷലൈസിങ് ആയിപ്പോയി എന്ന് പറയുന്ന ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു, കുറേ പേര് സ്റ്റോറി ഇട്ടു, റിയാക്ട് ചെയ്തു, കുറേ പേര് റിയാക്ട് ചെയ്തു. ബട്ട് ഐ ഡിഡ്ന്റ് അപ്പോളജൈസ് ഓർ ഐ ഡിഡ്ന്റ് ഡു എ ജസ്റ്റിഫിക്കേഷൻ വീഡിയോ ഫോർ ഇറ്റ്. ബിക്കോസ് എനിക്ക് എൻ്റെ ഉദ്ദേശം എനിക്കറിയാം, അവിടെ നിൽക്കുന്നവർക്കും അത് മനസ്സിലായതുകൊണ്ട് എവരിബഡി സ്റ്റാർട്ട് അപ്ലോഡിങ് ഞാനത് പറഞ്ഞപ്പോഴത്തേക്കിന്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്യേണ്ടത് വാട്ട് മേക്സ് us ഹാപ്പി. ഞാനിപ്പോൾ ഈ മേക്കപ്പ് ഇട്ടില്ല എങ്കിലും ഐ വിൽ ബി ഹാപ്പി ഇൻ മൈ സെൽഫ്. വെൻ ഐ ലുക്ക് അറ്റ് ദ മിറർ ഐ എം കോൺഫിഡൻറ്റ്. ദാറ്റ്സ് ഓൾ മാറ്റേഴ്സ് അറ്റ് ദി എൻഡ്. അല്ലാതെ നമ്മൾ കുറേ അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന പോലെ മേക്കപ്പ് പ്രോഡക്റ്റ് ബൂസ്റ്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ അല്ല അവിടെ പോയിരുന്നത്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുക, അതേ നോക്കുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് വുമൺ ഒബ്ജക്റ്റിഫൈങ് ഓർ ഒന്നും അല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായി, ഞാൻ തിരുത്തി തന്നു. യെസ്, അല്ല ഞാൻ തിരുത്തി കൊടുത്തു, തിരുത്തി തന്നു, അത് മതി. അല്ല, ഗുഡ് ദാറ്റ് യു ക്ലാരിഫൈഡ്. താങ്ക് യു. കൂടുതൽ ഫ്രണ്ട്സ് സർക്കിൾ ഉള്ള ഒരാളാണോ സെറീന? എന്ത് തോന്നുന്നു? എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും നേരം സംസാരിച്ചത് ഞാനൊരു അസ്ട്രോളജർ ആവാൻ ഇത്രയും നേരം സംസാരിച്ചത് വെച്ചിട്ട് ഞാൻ സെലീനന്റെ അപ്പുറത്ത് വീട്ടിലെ ചേച്ചിയോ വണ്ടി എടുക്ക്. സെലീന അപ്പുറത്തുള്ള ചേച്ചിയാ, സോറി കേട്ടോ. ഓക്കെ, സെറീനനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ഇമോഷണലി കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് എല്ലാവരുടെ അല്ലേ? യെസ് പറഞ്ഞിട്ടാണെങ്കിൽ 100%. ഓക്കെ. പിന്നെ ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡാണ്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അതൊക്കെ. മൂന്നാമത്തെ കാര്യം, എല്ലാവരും ആദ്യം കാണുമ്പോൾ ജാഡ അങ്ങനെ തോന്നും. ജാഡാന്ന് തോന്നും. അത് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ നമ്മളിങ്ങനെ തോന്നണം. എനിക്ക് തോന്നിയിട്ടില്ല, എല്ലാവർക്കും അങ്ങനെ തോന്നും. ശരി ഗൈസ്, തോന്നണം, ജാഡ തോന്നും. പിന്നെ നല്ലോണം ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് എല്ലാം നല്ലപോലെ മാനേജ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. കഴിഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അല്ല, എനിക്ക് റിലേഷൻഷിപ്സ്, അതായത് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, എനിക്കെല്ലാം ഭയങ്കര ഇൻടാക്റ്റ് ആണ്. അത് ഇപ്പം എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, എനിക്ക് എല്ലാവരും അറിയാം. ഞാൻ ദുബായിൽ ജനിച്ച് വളർന്നതാണെങ്കിലും എനിക്ക് നാട്ടിലെ എല്ലാ അങ്കിൾമാരെ, ആൻറ്റിമാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ എല്ലാവരെയും അറിയാം. എല്ലാവരോടും സംസാരിക്കും. നാട്ടിൽ വന്ന് അവരുടെ വീട്ടിലെല്ലാം പോവും. ടോക്കേറ്റീവാണ് ഭയങ്കര. ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരെയും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അവർക്കും ഉണ്ട്. നാട്ടിലാണെങ്കിലും എല്ലാവരുമായിട്ട് എനിക്ക് ഭയങ്കര ടച്ചാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, യെസ്, ഐ ഡോണ്ട് കീപ്പ് എ ലോഡ് ഓഫ് ഫ്രണ്ട് സർക്കിൾ. അതായത് ഫ്രണ്ട്സ് ഒരുപാടുണ്ടാവും, പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൊരു യൂണിവേഴ്സ് ഉണ്ട് എനിക്ക്. സോ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഏറ്റവും കൂടുതൽ ഹാപ്പി കിട്ടുന്ന കാര്യം എന്താ? എന്ത് ചെയ്യുമ്പോഴാണ് ഭയങ്കര ഹാപ്പി ആവുന്നത്? ഞാൻ അല്ല ഓരോരുത്തർ എന്റെ പറയണ്ടല്ലോ. പറഞ്ഞോ കേക്കട്ടെ. അല്ല സെറീനയാണല്ലോ ഞാൻ അല്ല എന്താണ് എന്ത് ചെയ്യുമ്പോഴാണ് വർഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ളത്? ഹാപ്പി കിട്ടുന്നത് എനിക്ക് നല്ല ഫുഡ് കഴിക്കുമ്പോൾ നല്ല ഹാപ്പിനെസ് കിട്ടും. ഓ എന്താണ് ഫേവറേറ്റ് ഫുഡ്? ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഞാൻ എന്തും കഴിക്കും. ആണോ? ഉപ്പുമാവൊന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഉപ്പുമാവ് ഹേറ്റേഴ്സ് ഉണ്ട്. ആ യു ആർ ഉപ്പുമാവ് ഹേറ്റർ? ടെൽ മീ. ആണോ? അല്ലല്ലോ. ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടോ? അങ്ങനെ വരട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഉപ്പുമാവും പഴവും. ഇഷ്ടമാണോ? കുടുംബം പിന്നെ പിന്നെ രാവിലെ കഴിക്കുന്ന ഉപ്പുമാവ് പഴം അല്ലെങ്കിൽ പുട്ട് കടല അപ്പം കറി ദേശീയ ഭക്ഷണം. പക്ഷെ എനിക്ക് പുട്ടും ചിക്കനാണ് ഇഷ്ടം. എന്റെ ഫേവറേറ്റ് ഫുഡ് സദ്യയാണ്. നല്ല നാടൻ വെജിറ്റേറിയൻ സദ്യ ഇസ് മൈ ഫേവറേറ്റ്. അപ്പൊ എനിക്ക് അതാണ് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം. ഓ എന്റെ ഹാപ്പിനെസ് അല്ലേ? എന്റെ ഹാപ്പിനെസ് എനിക്ക് മമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടാത്ത കാര്യം അതാണ്. ബിക്കോസ് എൻ്റെ ലൈഫിൽ ആക്ച്വലി ഇത്രയും നാൾ ഞാൻ നാട്ടിൽ വന്ന് നിന്നിട്ടില്ല. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എവ്രി മന്ത് ഞാൻ നാട്ടിലുണ്ട്. എന്തെങ്കിലും ഷൂട്ടോ പ്രോജക്റ്റോ കാര്യമായിട്ട് നാട്ടിൽ വരുന്നുണ്ട്. ഇപ്പം തന്നെ മമ്മയെ കണ്ടിട്ട് ഏകദേശം ഒരു മാസം ആവാറായി. ഇങ്ങനെ ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല. സോ മൈ ഹാപ്പിനെസ് ഇസ് യുനോ ടോക്കിംഗ് ടു ഹർ. ഇവിടെ വരുന്നതിന് മുന്നത്തോളം ഞാൻ വീഡിയോ കോൾ അമ്മ എത്താറായി എന്നുള്ളൊരു പറയുന്നത് ഐ എം എ മോം ചൈൽഡ്. അപ്പം എൻ്റെ ഹാപ്പിനെസ് ഇസ് കിച്ചണിൽ നിന്ന് സ്ലാബിൻ്റെ മണ്ടയ്ക്കിരുന്ന് ഞങ്ങളുടെ ഒരു ഗോസിപ്പിംഗ് ടൈം ഉണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അമ്മ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കഥകൾ പറയും. സോ അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന കാര്യമാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരുടെ പേര് ഞാൻ പറയും. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് എന്താ തോന്നണേന്ന് പറയണം. ഒരൊറ്റ വേർഡിൽ പറഞ്ഞോ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഞാൻ പറയണം. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ബിഗ് ബോസിലുള്ള ഒരാളുടെ പേര് സെറീന എന്ന് പറയുമ്പോൾ ജാഡ. അങ്ങനെ എന്തെങ്കിലും ഒരു വൺ വേർഡിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. കണ്ടോ ജാഡാന്ന് സെറീന എന്ന് പറയുമ്പോൾ ജാഡ. അത് ഞാനൊരു ഇതിന് പറഞ്ഞില്ല, എക്സാമ്പിൾ പറഞ്ഞതല്ലേ. എക്സാമ്പിൾ പറയുമ്പോഴും സെറീന എന്ന് പറയുമ്പോൾ ജാഡ അല്ല. എനിക്ക് ജാഡയായിട്ടല്ല, എനിക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ട് ഒരു പേഴ്സൺ ആയിട്ട് തോന്നി. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞതാ, വിഷമിക്കാതെ പറയൂ. ഓക്കെ. അഖിൽ മാരാർ ഗാർഡിയൻ. എന്റെ പെർസ്പെക്റ്റീവ് ആട്ടോ. എനിക്ക് ഹീസ് എ ഗാർഡിയൻ. അനി മിഥുൻ ചേട്ടന്റെ മോൾ. അത് ഞാൻ ചേട്ടൻ. വിഷ്ണു ജോഷി. വിഷ്ണു അയ്യോ അവന് ഒറ്റ വാക്കിൽ എന്താ ഞാൻ പറയാ? ചാമിങ്. ഓക്കെ. വിഷ്ണു ചാമിങ്. സാഗർ. ജെം. ഓക്കെ. ശോഭ. നമുക്ക് ബിഗ് ബോസ് കൊടുത്ത ടൈറ്റിൽ കൊടുക്കാം, അയൺ ലേഡി. ഓക്കെ. ആഞ്ചലിൻ. ഏഞ്ചൂട്ടൻ. മനീഷ ചേച്ചി. ഓ മദർ. നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് ബോസിന്റെ തന്നെ ഒരു അമ്മ ആണല്ലേ. റെനീഷ. അമൂബ എന്ന് ഞാൻ പറയുന്ന കാര്യം, ബിഗ് ബോസിൽ ഞാൻ അവളെ വിളിക്കുന്ന പേര് അമ്മു എന്നാണ്. ബിഗ് ബോസിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയും അമൂബ പറഞ്ഞ അഖിലേട്ടൻ അത് അമീബ ആക്കി. കഴിഞ്ഞോ? ഇന്റർവ്യൂ കഴിഞ്ഞോ? ഇനി ഇത്രയൊക്കെ സീസൺ ഉണ്ടായി. ബിഗ് ബോസ് ഒരു 4 വരെ എടുക്കുക. അതിലൊരാളുടെ ഒപ്പം മത്സരിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ ആരൊപ്പം മത്സരിക്കും? എനിക്ക് ആരെ കിട്ടിയാലും മൈ കോമ്പറ്റീഷൻ സ്പിരിറ്റ്. അത് ആരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ ഇന്ന ആളെ കിട്ടിയിട്ട് ഞാനൊന്ന് മത്സരിച്ചാലോ എന്നൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല. കുറച്ചുകൂടി ഞാൻ എന്നാ ക്വസ്റ്റ്യൻസ് കുറച്ച് പറഞ്ഞില്ല. ഇന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതെല്ലാം ഫണ്ണി ആയിരുന്നു, എന്നാൽ പോലും പോവാം. തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല, എന്തുകൊണ്ട്? ഈ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. വായും കൊണ്ടോ? പിന്നെ തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും കുട്ടിക്ക് ഇവിടുന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കണേ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചെടുക്കുന്നതാ. മൈ ഗോഡ്. ഇല്ല എനിക്ക് അറിയത്തില്ല. ഇതിനൊക്കെ വലിയ റിസർച്ച് അത്യാവശ്യമാണ്. അപ്പൊ പറഞ്ഞോ. ഡ്രൈവർ ആണ് നടന്നു പോകുന്നത്, വണ്ടിയില്ല. ഓ മൈ ഗോഡ്. യെസ്. ഇപ്പൊ കിട്ടിയില്ല എങ്ങനെയാണ് ഉത്തരം പറയേണ്ടതെന്ന്, അതുപോലെ ഉത്തരം പറഞ്ഞാൽ മതി. റബ്ബർ ബാൻഡിന് വരാവുന്ന അസുഖം അറിയോ? ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ വരട്ടെ. എന്തിനു വിളിച്ചു? തമാശ. അങ്ങനെ പറഞ്ഞോളൂ. ക്ലൂ വേണ്ട. റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ ആക്കൂലേ, ഇതിനെന്താ പറയാ? ഇലാസ്റ്റിക്കോ? മലയാളത്തിൽ പറഞ്ഞു. വലിക്കാനോ? ഒരു വലി.
വലിവ്. Oh, wow. Don't repeat. താങ്ക് യു. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ. ഒരു ബസ്സിൽ നിന്നിറങ്ങാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബസ്സിൽ കയറണം. സത്യം, ഒരെണ്ണം കിട്ടി. Oh my god. ഞാൻ ആ ലെവലിലേക്ക് വന്നു ഗൈസ്. വന്നെത്തിയിട്ടുള്ളൂ. പക്ഷേ അടുത്തത്, നമുക്ക് സ്വന്തമാണ് ഈ സാധനം, എന്നാൽ മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുക. നമ്മുടെ കയ്യിലുണ്ടോ അത്? നമ്മുടെയാണത്, നമ്മുടെ സ്വന്തമാണത്. ഓക്കെ. പക്ഷെ മറ്റുള്ളവർ ഉപയോഗിക്കും. അറിഞ്ഞൂടാ, പാസ്. നമ്മുടെ പേര് സെറീന 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 ഞാൻ വിളിക്കില്ലേ എപ്പോഴെങ്കിലും? സെറീന സെറീന എന്ന് വിളിക്കുവോ? ശരിയാ ശരിയാ. അതാണ് ഉത്തരം. ഇല്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കേട്ടിട്ടില്ല കേട്ടോ. വളരെ ഫ്രഷ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ഇനി സെറീനയുടെ അടുത്ത ഡ്രീം എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് വരുന്നതിന് മുന്നേ എൻ്റെ കരിയർ പ്ലാൻസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഓക്കെ, എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ MBA ചെയ്യുന്നുണ്ട്. സോ അതിന് മുന്നേ ഞാനൊരു മീഡിയ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് കഴിഞ്ഞിട്ട് മൈ പ്ലാൻ വാസ് ഓക്കെ, MBA കഴിയുമ്പോഴത്തേനൊരു സാലറി ഹൈക്ക് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് പ്രൊമോഷൻ, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ബിൽഡ് ചെയ്ത് വന്നത്. ബട്ട് ആഫ്റ്റർ ബിഗ് ബോസ് എൻ്റെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ചേഞ്ചായി. ഐ റിസൈൻഡ്. ഒരു 2 മാസം മുന്നേ ഞാൻ ജോലി റിസൈൻ ചെയ്തു. സോ ഐ മീൻ ടു എൻ്റർടൈൻമെൻറ്റ്. ഈ ഒരു ഷിഫ്റ്റ് വന്നു, എൻ്റെ ഒരു കരിയർ ഷിഫ്റ്റ് വന്നപ്പോഴത്തേക്കിന് നൗ ഐ എം യെറ്റ് ടു ഡിസൈഡ് ലൈക്ക് എങ്ങനെയാണ് നമ്മളെ ഇനി ഒരു ലൈഫ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കാണാം.